ഒരു ക്യാൻസർ സെന്റർ ഉണ്ടാക്കിയിട്ടേക്കുന്നുണ്ടോ? ഏകദേശം 10 വർഷത്തെ പുറത്തായി ക്യാൻസർ സെന്റർ. ഒരു വ്യക്തി ഈ വസ്തു ഗവൺമെന്റ് കൊടുത്തിട്ട് ക്യാൻസർ സെന്റർ നടത്താൻ വേണ്ടി ഗവൺമെന്റ് കൊടുത്തതാ. ഗവൺമെന്റ് കണ്ടേ ക്യാൻസർ സെന്റർ നടത്താൻ ബിൽഡിംഗ് കിട്ടി. ഈ സാമാനം അടച്ചുപൂട്ടിയിട്ടേക്കോ, ഇതുവരെ തുറക്കുന്നില്ല. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ വെള്ളവടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പകുതി കെട്ടിയിട്ടപ്പോ. ഇപ്പൊ ഫുള്ള് കെട്ടിയണ്ട, കണ്ണാടിയും വെച്ച് അതും വെച്ച് ഇതും വെച്ച് മറ്റേതും വെച്ച് മറിച്ചതും വെച്ച്. പക്ഷെ ഇവിടെ ക്യാൻസർ സെന്റർ പോയിട്ട് വെറുതെ ഒരു ബിൽഡിംഗ് കെട്ടിയിട്ടേക്കോ. നമ്മളിപ്പൊ നിൽക്കുന്നത് കോഴിക്കോട് മാവൂരിനടുത്തുള്ള ചെറുപ്പാന്ന് പറഞ്ഞ സ്ഥലത്ത് ക്യാൻസർ സെന്ററിന്റെ ഫ്രണ്ടിൽ ഒരു വ്യക്തി ക്യാൻസർ സെന്റർ നടത്താൻ വേണ്ടി സർക്കാരിന് ഇത്രയും വസ്തു കൊടുത്ത് ഫ്രീ ആയിട്ട്, പൈസ ഒന്നും മേടിക്കാതെ വസ്തു ഫ്രീ ആയിട്ട് കൊടുത്തത്. അപ്പൊ സർക്കാർ എന്തോ ചെയ്യണം, എന്തോ ചെയ്യണ്ട, ഈ ക്യാൻസർ സെന്റർ പൊക്കി ഇത് പ്രവർത്തനം ആരംഭിക്കണം. കുറെ പാവപ്പെട്ട ക്യാൻസർ ഉള്ള പാവപ്പെട്ട ആൾക്കാർക്ക് ചികിത്സ കൊടുക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പൊക്കി കെട്ടാത്തത്? അതോ ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ കപ്പം മേടിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ? ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഒക്കെ കെട്ടിയിട്ടിട്ട് ഇത് പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തന്നെ കേട്ടോ. നേതാക്കന്മാരുടെ കീശ നിറയ്ക്കാൻ വേണ്ടി വലിയ ബിൽഡിംഗ് പൊക്കിയിട്ട് ഒരാള് വെറുതെ കൊടുത്ത സാധനം, വെറുതെ കൊടുത്ത വസ്തു ഇത് അടച്ച് പൂട്ടിയിട്ടേക്കുക. ആരോഗ്യമന്ത്രിയൊക്കെ ഇവിടെ വന്നായിരുന്നു. ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ വന്ന് ഭയങ്കര നോട്ടമൊക്കെ ആയിരുന്നു. പിന്നെ ഇല്ല പോയി. ക്യാൻസർ സെന്ററും ഇല്ല, ഒരു വാഴക്കയില്ല, കാട് പിടിച്ച് കിടക്കുക ക്യാൻസർ സെന്റർ. ഇനി UDF വന്നിട്ട് ഇതേണക്ക് ഉണ്ടാക്കിയിടാനാന്നേ നടക്കത്തില്ല. ഇത് തുറന്ന് പ്രവർത്തിച്ച് ഒരുപാട് രോഗികളുണ്ട്, അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി നടത്തിയേ പറ്റത്തുള്ളൂ. UDFന് ഇതൊരു വെല്ലുവിളിയാണ്. ഇത് മാത്രമല്ല, ഒരുപാട് ബിൽഡിങ്ങുകൾ അടച്ചു പൂട്ടിയിട്ടിട്ടുണ്ട്, തുറക്കാതെ പകുതിക്ക് നിർത്തി നമ്മുടെ പൈസ കൊണ്ട് കളഞ്ഞ് ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. അത് UDFന് ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഇതൊക്കെ തുടർന്ന് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തുടർഭരണം ഉണ്ടല്ലോ, വലിച്ചോണ്ടിരിക്കുക, വീണ്ടും ആൾക്കാർ മാറ്റിക്കുത്തും.